സൂഫി കഥകളിൽ ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ വന്ന് വാതിക്കൽ മുട്ടി. വാതിക്കൽ മുട്ടിപ്പോൾ അകത്തുനിന്ന് ചോദിച്ചു, ആരാ? പുറത്തുനിന്ന മനുഷ്യൻ പറഞ്ഞു, ഞാനാന്ന് പറഞ്ഞു. ഞാനാന്ന് പറഞ്ഞ ഉടനെ അകത്ത് നിന്നാൾ പറഞ്ഞു, രണ്ടുപേരെ ഉൾക്കൊള്ളാൻ ഈ വീടിന് സ്ഥല സൗകര്യമില്ല. ഇത് കേട്ട മാത്രയിൽ പുറത്തു നിന്ന മനുഷ്യൻ അത് വേഗത്തിൽ നടന്നുപോയി. ദീർഘനാളിന് ശേഷം ഈ മനുഷ്യൻ മടങ്ങി വന്നു വീണ്ടും വാതിലിൽ മുട്ടി. വീണ്ടും അകത്തുനിന്ന് സെയിം ചോദ്യം, ആരാ? പുറത്താരാ? പക്ഷെ പുറത്തുനിന്ന് പറഞ്ഞ ഉത്തരം മാറി. ആദ്യത്തെ ഉത്തരമല്ല, പുറത്തുനിന്ന് പറഞ്ഞ ഉത്തരം ആ കഥയിൽ ഇങ്ങനെയാണ്, ഇത് നീയാന്ന് പറഞ്ഞ ഉടനെ അകത്തുനിന്ന് വാതിൽ തുറന്നു. അകത്ത് അദ്ദേഹത്തെ കയറ്റി. കഥ അവസാനിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അകത്തിരിക്കുന്നവനും പുറത്ത് നിൽക്കുന്നവനും രണ്ടാണെങ്കിൽ, രണ്ട് മനോഭാവമാണെങ്കിൽ, രണ്ട് രീതിയാണെങ്കിൽ നിങ്ങളെ ഒരുമിച്ച് ഒരു മുറിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എങ്ങനെയാ കർത്താവ് പുറത്തു പോയെന്നറിയാമോ? കർത്താവിന്റെ ആശയവും കർത്താവിന്റെ ചിന്തയും കർത്താവിന്റെ ആഗ്രഹവും ഇച്ഛയും ഇഷ്ടവും നമ്മുടെ ഇഷ്ടമല്ലാതെ മാറി. അവന്റെ ഹിതം നമ്മുടെ ഹിതമല്ലാതെ മാറി. അവന്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമല്ലാതെ മാറി. അപ്പോഴേ കർത്താവ് പുറത്തു പോകപ്പെട്ടു. കർത്താവ് അകത്തു വരണമെങ്കിൽ ഞാനും നീയുമെന്നല്ല, കർത്താവേ നിന്നെ പോലെ എന്നെ ആക്കണേ. എത്രയോ പിതാക്കന്മാർ പണ്ട് പാടിയിട്ടുണ്ട്, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ. എത്ര ശക്തമായ പാട്ട് പാടിയിട്ടുണ്ട്. കർത്താവ് നമ്മെ അറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അവനും നമ്മൾ തമ്മിൽ ഒന്നാകാം.